ഇപ്പം ഞാൻ ഒരു ലിഫ്റ്റിലാണ്. ഇവിടെ അടുത്തുള്ള V5 ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ്. ഇന്നലെ വൈകുന്നേരമാണ് ടീച്ചർ മെസ്സേജ് അയച്ചത് കുട്ടികൾക്ക് സ്ലേറ്റ് കൊടുത്തു വിടണമെന്ന്. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഇന്നലെ വൈകിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല, മഴയൊക്കെ ആണല്ലോ. അപ്പോൾ നേരെ സ്കൂളിലേക്ക് വിട്ട് ടീച്ചറോട് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ചയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരണ വഴിക്ക് ഷോപ്പ് തുറന്നത് കണ്ടപ്പോൾ നേരെ പോയി അത് കൈയോടെ മേടിച്ചു, പെൻസിലും മേടിച്ചു. നമ്മുടെ നീരപ്പന് എല്ലാ കറികളും കൂട്ടി കഴിക്കാൻ ഒരു മടി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും മുട്ടയോ എന്തെങ്കിലുമൊക്കെ ചിക്കി പിടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ. ഇതാണ് ഗൈസ് നമ്മുടെ സ്ലേറ്റ്. ഇത് ബീഡ്സ് ഉള്ള ഇതാണ് കേട്ടോ, മുത്തുകൾ നിറഞ്ഞൊരു സ്ലേറ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവന് ഇഷ്ടമായിക്കോളും. ആ ബഗസൊക്കെ അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മൈൻഡിൽ എടുത്തിട്ട് ഞാൻ മേടിച്ചതാണേ. നല്ല ഭംഗിയുണ്ട്. ഈ പഠിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടി എനിക്കൊന്ന് മണത്ത് നോക്കണം, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ മണത്ത് നോക്കിയപ്പോൾ വലിയ മണമൊന്നുമില്ല. ബുക്കൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ സ്ലേറ്റിൻ്റെ പെൻസിലാണ്. നമുക്ക് 15 അതിൽ എഴുതിയേക്കുന്നത്, 12 രൂപയ്ക്ക് കിട്ടി. 25 പീസ് ഉണ്ടാവും കേട്ടോ. അപ്പം അതും കൂടെ നോക്കി, എന്നിട്ട് അതും കൂടെ വെറുതെ ഒന്ന് മണത്ത് നോക്കി. മണപ്പിച്ച് അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് ന്യൂസ്റ്റ് വന്നു കേട്ടോ. എനിക്കിങ്ങനെ തന്നെയാണെന്ന് പെൻസിലിൻ്റെ ബോക്സ്. ഇന്നും ഓരോ പെൻസിൽ കൊണ്ട് കളയും, എന്നിട്ട് അമ്മോടും അച്ഛനോടും വന്ന് പിറ്റേ ദിവസം പോകുമ്പോൾ പെൻസിലുകൾ ചോദിക്കും. പിന്നെ വഴക്കൊന്നും പറയാറില്ല കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയപ്പോഴാട്ടോ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണം. എന്നാൽ പിന്നെ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നീരവിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ ബിസ്ക്കറ്റുകൾ, ഗുഡ് ഡേ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതെന്തായാലും മേടിച്ചു. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് ഒരു ടിന്നും കൂടെ മേടിച്ചു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അത് സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും കൊടുത്തു വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അതും കൂടെ മേടിച്ച്. പിന്നെ ഇങ്ങനെ മിൽക്ക് ബിക്കീസിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കോക്കാച്ചിയുടെ ബിസ്ക്കറ്റ് എന്നാട്ടോ ഇതിനെ പറയുക. അത് കഴിഞ്ഞിട്ട് ചൂപ്പാച്ചൂപ്പി, അവ ഏതൊരു കാട്ടുമെന്ന് വെച്ചാലും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതും കൂടെ മേടിച്ചേ. പിന്നെ കെച്ചപ്പും കൂടെ മേടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ.